പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. 5-ാം മാസത്തിൻ്റെ ഒന്നാമത്തെ വിശുദ്ധ ആരാധനയുടെ നടുവിലാണ് നാം കടന്നു വന്നിരിക്കുന്നത്. കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ച കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാനും സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ദൈവം ചെയ്ത നന്മകൾ നന്ദിയോടെ ഓർക്കുവാനും ഇന്ന് പ്രഭാതം ദൈവം നമ്മെ ആയുസ്സോടെ ആരോഗ്യത്തോടെ സ്തോത്രം കൊണ്ടുവന്നതിനെ ഓർത്ത് കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് വിശുദ്ധിയിലും വേർപാടിലും കർത്താവിനെ ആരാധിക്കുന്ന എല്ലാ കർത്താവിൻ്റെ ദാസീദാസന്മാരെയും ഒരിക്കൽ കൂടെ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ വന്ദനത്തെയും സ്നേഹത്തെയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതം നമുക്ക് അടുത്തു ചെല്ലാം. ഇരമ്യാവ് 32 വിളിച്ചു പറയുന്നു, ഞാൻ അവരെ വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും എന്നിങ്ങനെ ഞാൻ അവരോട് ഒരു ശാശ്വത നിയമം ചെയ്യും. അവർ എന്നെ വിട്ടുപിരിയാതിരിപ്പാൻ എങ്കിലുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ ആക്കും. ചത്തുപിരിഞ്ഞാലും വിട്ടുപിരികയില്ല എന്ന് അനേകർ പറയുന്നുണ്ടെങ്കിലും സാഹചര്യങ്ങൾ മാറി മറിയുമ്പോൾ വിട്ടുപിരിയുന്ന അനേകരെ നമുക്ക് കാണുവാനിടയാകും. ദൈവം നമ്മോട് അരുളി ചെയ്യുന്നു, ഞാൻ വിട്ടുപിരിയാതെ നന്മ ചെയ്തു കൊണ്ടേയിരിക്കും. വിശുദ്ധ വേദപുസ്തകത്തിൽ വിട്ടുപിരിയാതെ തൻ്റെ ദൈവത്തെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്ത ഒത്തിരി ദൈവഭക്തന്മാരെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും തിരുവചനത്തിൽ രൂത്ത് എന്ന സ്തോത്രം ദൈവദാസി തൻ്റെ അമ്മാവിയമ്മയെ വിട്ടുപിരിയാതെ തൻ്റെ ദൈവത്തെ വിട്ടുപിരിയാതെ സ്തോത്രം പറ്റി നിന്നവളായിരുന്നു. പ്രതികൂല സാഹചര്യങ്ങൾ ചുംബിച്ചു പിരിഞ്ഞപ്പോൾ വാർദ്ധക്യത്തിലും ക്ഷാമത്തിലും എല്ലാ പ്രതികൂലങ്ങളിലും രൂത്ത് പറ്റി നിൽക്കുവാനിടയായി. പ്രതികൂലം വരുമ്പോൾ ഓടിപ്പോകുന്ന സഹോദരങ്ങളും സ്നേഹിതരും ഉള്ളപ്പോൾ എന്തിനേറെ നമ്മുടെ അരിമനാഥനായ കർത്താവിനെ ക്രൂശിക്കുവാൻ കൊണ്ടുപോകുമ്പോൾ 3.5 വർഷം തന്നോടുകൂടെ ചേർന്ന് നടന്നവരും ഒരുമിച്ച് ഭക്ഷിച്ചവരും ഒരുമിച്ച് ഉറങ്ങിയവരും സൗഖ്യം പ്രാപിച്ചവരും ഒത്തിരി പേരുണ്ടായപ്പോൾ കർത്താവ് സഹായത്തിനായി ചുറ്റും തിരിഞ്ഞു നോക്കി ആരെയും കണ്ടില്ല. നമ്മൾ കൂടെ മരിക്കുവാനും കാരാഗ്രഹത്തിൽ കിടക്കുവാനും ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞ പത്രോസ് ആദ്യം ഓടി മറയുവാനിടയായി. പ്രിയ ദൈവവേദിലേ, നമ്മുടെ ജീവിതത്തിലും അനേകർ നമ്മെ മറന്നൊന്നും വരാം, ഓടി മറഞ്ഞെന്നും വരാം. ദൈവജനത്തിൻ്റെ കട്ടതയുടെ നടുവിൽ ദൈവം ഇറങ്ങി വരികയും അവരെ ഉദ്ധരിക്കുകയും ചെയ്ത നിരവധി സംഭവങ്ങൾ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ദൈവത്തെ മറന്നു ജീവിച്ചാൽ അവരുടെ കഷ്ടതയുടെ നടുവിൽ ദൈവവും മുഖം മറച്ചു കളയുമെന്നും തിരുവചനത്തിൽ നമുക്ക് കാണുവാനിടയാകുന്നു. ഞാൻ എൻ്റെ മുഖം അവർക്ക് മറയ്ക്കും, അവിടെ അന്തമെന്ത് എന്ന് നോക്കും, അവർ വക്രതയുള്ള തലമുറ, നേരില്ലാത്ത മക്കൾ. ഭക്തനായ ദാവീദ് എല്ലാ കാലങ്ങളിലും ദൈവത്തിൽ മാത്രം ആശ്രയിക്കുകയും ദൈവഹിതം നിറവേറ്റിയവനുമാണ്. എന്നാൽ കട്ടതയുടെ തീച്ചുളയിൽ കൂടെ കടന്നുപോയ നിരവധി സന്ദർഭങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ലോകാവസാനത്തോളം എല്ലാ നാളും നമ്മോടുകൂടെ ഉണ്ടെന്ന് അരുളി ചെയ്ത നമ്മുടെ ദൈവം കട്ടങ്ങൾ ദൂരസ്ഥനായി മാറി നിൽക്കുന്ന ദൈവമല്ല. നമ്മുടെ സമീപസ്ഥനായി കൂടെ ഉണ്ടായിരിക്കും. നാം നന്നായി ജീവിച്ചാലും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചാലും കഠിനമായ ശോധനകളിൽ കൂടെ നാം കടന്നു പോകേണ്ടതായി വരും. ഒരുപക്ഷെ ആ സമയങ്ങളിലെ പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ടായില്ലെന്നും വരും. നാം ചിന്തിക്കുന്നത് പോലെ ദൈവം നമ്മെ മറന്നതല്ല, മറിച്ച് നമ്മെ ചിലത് പഠിപ്പിക്കുവാനാണ് അപ്പോൾ ദൈവം നമുക്ക് ഉത്തരം നൽകാതിരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, എങ്കിലും മഹാകരുണയോടുകൂടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. ക്രോധാധിക്യത്തിൽ ഞാൻ ക്ഷണനേരത്തേക്ക് എൻ്റെ മുഖം നിനക്ക് മറച്ചു, എങ്കിലും നിത്യസ്നേഹത്താൽ നിന്നോട് കരുണ കാണിക്കുമെന്നും ദൈവം നമ്മോട് അരുളി ചെയ്യുന്നുണ്ട്. ആമേൻ. അതേ ദൈവവേദലേ, നമ്മെ ആര്
വിട്ടുപിരിഞ്ഞാലും, ആര് നമ്മെ മറന്നാലും വിട്ടുപിരിയാത്ത ആമേൻ നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം ഈ പ്രഭാതം നമുക്കുണ്ട്. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിലടയ്ക്കാം. ആമേൻ സ്തോത്രം. ആരൊക്കെ വിട്ടുപിരിഞ്ഞാലും, ആരൊക്കെ മറന്നുപോയാലും, ആരൊക്കെ കുറ്റം പറഞ്ഞാലും, ഇന്ന് പകൽക്കാലം സ്തോത്രം ഹല്ലേലൂയ, എല്ലാ കാലത്തും എല്ലാ നാളിലും നമ്മോട് ആമേൻ സ്തോത്രം ഹല്ലേലൂയ കൂടെ ഇരിക്കുന്ന, വിട്ടുപിരിയാതെ ആമേൻ നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം ഇന്ന് പ്രഭാതം നമുക്കുണ്ട്. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ കർത്താവെ നല്ല ആലോചന ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. അനേക കർത്താവെ കഷ്ടതകളിൽ കൂടെ കടന്നുപോയ ദാവീദിന്റെ ജീവിതത്തിലും യോസഫിന്റെ ജീവിതത്തിലും മാറാതെ കർത്താവെ സ്തോത്രം ആ നന്മകൾ പിന്തുടർന്ന അരുമനാഥന്റെ കരം ഇന്ന് പകലിൽ ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാരുടെ ദൈവ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിനകത്തും അത്ഭുതങ്ങൾ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ കർത്താവെ ഇന്ന് പകൽക്കാലം ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ, രോഗികളായി ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ, സാമ്പത്തികമായ ഞെരുക്കങ്ങളിൽ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ, ആമേൻ നന്മ ചെയ്യുമെന്ന് അരുളിയ നല്ല വാഗ്ദത്തം ഇന്ന് പകലിൽ തൻ്റെ കുഞ്ഞുങ്ങളോട് നിവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അങ്ങയുടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. മഹത്വം അങ്ങെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.